ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ നിങ്ങൾ കണ്ടല്ലോ, സോയാബീനാണ് കേട്ടോ. അപ്പോൾ സോയാബീൻ പല തരത്തിലും കുക്ക് ചെയ്യാറുണ്ട്, പല രീതിയിലേക്കും അത് വെക്കാറുണ്ട്. പക്ഷേ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ലാഗ് അടുപ്പിക്കാണ്ട് തന്നെ വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഇനിയിപ്പോൾ ലാഗ് അടിച്ചിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സോയാബീൻ എടുത്തിട്ട് രാവിലെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു പാത്രത്തിൽ കുറച്ച് കൊട്ടി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ രാവിലെ എണിച്ചതും ഇത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അത് വീർത്ത് വരുമല്ലോ. അതിനിടയ്ക്ക് നമുക്ക് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഞാൻ ചപ്പാത്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി കഴിഞ്ഞിട്ട് ചുട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു സോയാബീൻ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ ദാ ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, കുറച്ച് നേരം കഴിഞ്ഞതും ഞാനൊന്ന് ചപ്പാത്തിയൊക്കെ പരത്തി ചുട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഈ സോയാബീനൊക്കെ നല്ലോണം വെള്ളത്തിൽ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിനായിട്ടുള്ള കറി തയ്യാറാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഒരുപാടൊന്നും ഞാൻ മസാല ഒന്നും അങ്ങനെ ഒരുപാട് ചേർക്കണില്ല. അതാ ഈ ഒരു 3 സവാള 4 സവാള എടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു സവാള ചെറുതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 4 സവാളയൊക്കെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലിപ്പമുള്ള സവാളയാണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതിയാകും. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടിയിലാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. ഒരു വലിയൊരു ചട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വേറെ പാത്രം ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം പട്ട, ഏലക്ക, ഗ്രാമ്പു, പെരിഞ്ചീരകം ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഈ സോയാബീൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഇതൊരു ഇറച്ചിൻ്റെ ടേസ്റ്റാണല്ലോ. അതുകൊണ്ട് തന്നെ മടുപ്പില്ലാണ്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ഫ്രൈ ചെയ്താലും എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ആവും. അപ്പോൾ അത് ടേസ്റ്റ് വരുത്താൻ ഞാൻ 2-3 പൊടിക്കൈയൊക്കെ ചേർത്തിട്ടുണ്ട് അവസാനം. അപ്പോഴേക്കും നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വേഗം സ്കിപ്പ് ചെയ്തിട്ട് ഓടല്ലേ പ്ലീസ്. അപ്പോൾ ഇത് വഴറ്റണയിലാണ് കേട്ടോ നല്ലൊരു കാര്യം കിടക്കണത്. കാരണം ഇത് പച്ചയ്ക്കാകുമ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അത് വേഗം തന്നെ വഴണ്ട് കിട്ടും. പിന്നെ കറിവേപ്പിലയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കണതിൻ്റെ കുറച്ച് ലാഗ് അടിക്കാണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് കാണിക്കണത്. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കണു. പൊടികൾ ചേർത്തുമ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക. അതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടിയാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. മീറ്റ് മസാല വേറെ ബീഫിൻ്റെ ആണെങ്കിലും ചേർത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നല്ല തിക്ക് ഗ്രേവി ആക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ നല്ല തിക്ക് ഗ്രേവി ആക്കി എടുക്കുക. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് അതിനെ കുളമാക്കാണ്ടിരിക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം നന്നായിട്ടുള്ള തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ നന്നായിട്ട് വീർത്ത് വന്ന സോയാബീൻ അങ്ങനെ പിഴിഞ്ഞിട്ട് അതിലിട്ട് കൊടുക്കുക കേട്ടോ. ആ വെള്ളത്തോട് കൂടി ചേർക്കേണ്ട, ഒരുപാട് വെള്ളമാകും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ഗ്രേവി ആക്കുക, ലൂസാക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ആ വെള്ളത്തോടു കൂടി അത് പിഴിയാണ്ട് അതിലേക്ക് ഇടരുത്. അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഈ തിക്ക് ഗ്രേവി നന്നായിട്ട് മിക്സ് ആകുന്ന രൂപത്തിൽ, സോയാബീനിലെല്ലാം ആകുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ഉള്ള പോലെ തോന്നും. കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ആദ്യം എനിക്ക് ഫസ്റ്റ് ടൈമിലൊന്നും അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, താല്പര്യം ഉണ്ടായിരുന്നില്ല. കഴിക്കാത്തതുകൊണ്ട് തന്നെയാണ്.
ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ പെട്ടെന്ന് കറി വെക്കാനും പറ്റും, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടെയാണ് നമ്മുടെ ഈ സോയാബീൻ പറയണത്. അപ്പോൾ അതാ ഞാനത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായി തിള വന്നിട്ടുണ്ട്. പക്ഷേ ഒരു തിള വന്നതും ഇത് അത്രയ്ക്ക് വെന്തിട്ടില്ല എന്ന് എനിക്ക് തോന്നി. വെന്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഗ്രേവിയൊക്കെ അതിൽ പിടിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊന്നുകൂടെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം കുറച്ച് നേരം കൂടെ ഒന്ന് കഴിയുമ്പോൾ വെള്ളമൊക്കെ ഏകദേശം കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു ഐറ്റം ചേർത്തണത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഈ ഒരു കോഴിമുട്ട ഞാൻ ചേർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കോഴിമുട്ട അതിൻ്റെ തോട് അത്രയ്ക്ക് ബലമില്ലാത്തത് കൊണ്ടാണോ എന്തോന്ന് എനിക്കറിയില്ല, കത്തി കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തത് അതും ആ താഴത്ത് വീണു കേട്ടോ അതിൻ്റെ ആ തോട്. പിന്നെ ഞാനതൊക്കെ എടുത്ത് മാറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിമ്മാക്കി വെക്കുക കേട്ടോ. ഫ്ലെയിമൊന്ന് സിമ്മാക്കിയിട്ട് തന്നെ നമ്മളിതൊന്ന് ചേർത്ത് കൊടുക്കുക കോഴിമുട്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് ചെറുതായി തിളച്ച് വരുമ്പോഴാണ് വേറൊരു ഐറ്റവും കൂടെ നമുക്ക് ചേർത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉപ്പോ അല്ലെങ്കിൽ ഉപ്പ് ഒന്ന് നോക്കുക. പിന്നെ എരിവ് പോരെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് മുളക് പൊടി പിന്നെ ചേർത്തണ്ട. പിന്നെ ഒറ്റ ഒരു കാര്യം കൂടെ ഉണ്ട് എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഒരു കാര്യം കൂടെ അതിൽ ചേർത്ത് കൊടുക്കണം. ഇതെന്താണെന്നറിയോ, പാലാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ടേസ്റ്റ് അങ്ങനെ ആകുന്നത്. പക്ഷെ നിങ്ങൾ ഒരു തവണ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഈ സോയാബീൻ കിട്ടിയാൽ ഇതുപോലെ തന്നെ നിങ്ങൾ കറി വയ്ക്കുള്ളൂ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമല്ലോ, അതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ വരിക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാച്ചിയ പാലാണ് കേട്ടോ ചേർത്തേണ്ടത്. പച്ചപ്പാൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കറി പിരുത്ത് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു നൊരയൊക്കെ വരും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് സിമ്മാക്കി അതിൻ്റെ ചൂടൊക്കെ ഒന്ന് അറിയ ശേഷം മാത്രം നമ്മൾ ഈ പാല് ചേർത്ത് കൊടുക്കുക. ഒരുപാട് പാലൊന്നും ആവശ്യമില്ല, കുറച്ച് പാല്. കണ്ടില്ലേ, ഇപ്പോൾ ആ കറിൻ്റെ ആ ഒരു രൂപം മാറിയിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ രമ്പയില എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ മല്ലിയിലയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കറിവേപ്പില തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് കുറുകുണ്ടാ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറി, പ്രത്യേക ഒരു മണവും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക വീട്ടിൽ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഉറപ്പായിട്ടും ഞാനത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ഏത് പലഹാരം ആയിക്കോട്ടെ, ഈ ഒരു സോയാബീൻ പാൽ കറി തന്നെ പറയാം, നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തിയൊക്കെ പരത്തി ചുട്ട് വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ മക്കൾ കഴിച്ചിട്ട് പോയിട്ട് അതാണ് കുറച്ച് കുറവായിരിക്കണത്. അപ്പോൾ ഞാൻ കഴിക്കാനിരിക്കുകയാണ്. അപ്പുറത്ത് ഇക്കയുണ്ട് കേട്ടോ, ഇക്കയുണ്ട്. അപ്പോൾ ഇക്കാക്കും കൊടുത്തിട്ട് ഞാനും കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ അതാ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ സോയാബീൻ പാൽക്കറി കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ. പിന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ടാറ്റ.